എന്ത് ബാബു? മുന്നേറെ കാണാൻ വന്നതാ. നീ വാ, കാര്യം എനിക്ക് വാ, അകത്തിരിക്കാം വാ. അകത്തിരുന്നാൽ ചിലപ്പോൾ അകത്താവും. കാര്യം എന്തോടെ? നിനക്ക് എൻ്റെ അനിയനെ അറിയുള്ളൂ, രാജീവ്. അല്ല, അത് നമ്മുടെ ആ കഷൻ്റെ ഉള്ള നിന്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുടെ അവനല്ലേ സിറ്റിയിലെ സാധനം കൊണ്ടുപോകുന്ന അവനല്ലേ? ഓ, അവൻ തന്നെ. കുടുംബ സ്വത്ത് ഞാൻ കൈവശം വച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താൽ മതി. അതിനെന്ത്? അത് തിരിച്ചു കൊടുത്താൽ പോര്. തേങ്ങ കൊടുക്കാനാണെങ്കിൽ പിന്നെ നീ എവിടത്തുകാരൻ? ഇവിടത്തുകാരൻ? ആ, നീ പറ. കേസ് കടുപ്പിക്കും, ആകെ വിഷയമാവും. അപ്പോൾ നീ എന്തോ തീരുമാനിച്ചത്? എന്റെ തീരുമാനം ഏത് തട്ടാൻ? ഈ വസ്തുവിന് വരെ സ്വർണ്ണം കൊടുക്കാൻ പോകുന്ന തട്ടാണ്. മരം കൊല്ലാൻ. കൊല്ലാനാ? എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോന്നു. എന്നോടാരെ കൊല്ലാൻ പറഞ്ഞു? നിന്റെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം? നിന്റെ ഒരു അളിയുണ്ടല്ലോ, ആ ഉടംകൊല്ലി വൈദ്യ ഉണ്ണിപ്പിള്ള, അവന്റെ ഒരു സഹായം വേണം. നീ എന്താ തൈലം പുരട്ടി കൊല്ലാൻ പോകുന്ന? പറയുന്ന കേൾടെ. അവന് ചെറിയ പരിപാടികൾ കൊണ്ടെന്ന് എനിക്കറിയാം. മുമ്പ് അവനോ അവന്റെ ഭാര്യയും കൂടി, അതായത് നിന്റെ സഹോദരി, ഒരുത്തന്നെ യക്ഷി കളിച്ച് തട്ടിയ കഥ എനിക്കറിയാം. ഡേ, അതൊന്ന് കുത്തി പൊക്കരുതേ. അതാ അതുപോലൊന്ന് ആവർത്തി. അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഞാൻ സഹകരിച്ചില്ലെങ്കിൽ ഞാനും അളിയനും പെങ്ങളും ജയിലിൽ പോകും അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം കരുതാൻ. എന്നാലും സ്വന്തം കൂടപ്പുറപ്പല്ലേ, ഈ കടുങ്ങ വേണോ? നീ തന്നെ ഇത് പറയാം. നീ പഠിപ്പിച്ച പള്ളിക്കുളത്തിൽ മാനേജറായിരുന്നിട്ട് ആ സ്കൂളിലെ കടും വെട്ടി കള്ളക്കണക്ക് എഴുതി ആ സ്കൂളിനെ പൂട്ടിച്ചത് എനിക്കറിയാം. അയ്യെങ്കിൽ പറഞ്ഞോ. ഡേ, ഞാൻ റെഡി. അളിയനോട് സംസാരിക്കാം. എനിക്ക് എന്താ പറ്റി? എന്താ കാറിൽ സംഭവിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. ആരോ എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. എന്തു പറ്റും പോലെ, അല്ല പറ്റാൻ പോകുന്ന പോലെ. എനിക്കും അല്ല, ആർക്കോ, പരിചയമുള്ള ആർക്കോ എന്തോ പറ്റാൻ പോകുന്ന പോലെ.